നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE പിന്നാലെ ഖത്തറും കുവൈറ്റും എന്നിതാ പ്രവാസികളെ തങ്ങളുടെ രാഷ്ട്രങ്ങളിലേക്ക് തിരികെ വിളിക്കുകയാണ്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. എങ്കിലും കാത്തിരുന്നതിന് ഫലം ഏറെ കണ്ടു. എന്നാൽ ഇതാ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. മാർച്ച് 13 മുമ്പ് ഇഷ്യൂ ചെയ്ത എല്ലാത്തരം വിസകളും റദ്ദായതായി കണക്കാക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കുവൈറ്റിൽ ഇനി എത്താനുള്ളവർ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കണം എന്നതാണ് ഇനി കടക്കേണ്ട മാനദണ്ഡം എന്നത്. അതായത് മാനദണ്ഡങ്ങൾ താമസിയാതെ പ്രഖ്യാപിക്കുകയും ചെയ്യും. വിവിധ തരത്തിലുള്ള വിസ സമ്പാദിച്ച പലർക്കും മാർച്ച് 13 ശേഷം കുവൈറ്റിൽ പ്രവേശിക്കാൻ കഴിയാതെയും വന്നിട്ടുണ്ട്. കോവിഡ് മുൻനിർത്തി വിമാനങ്ങൾ സർവീസ് നിർത്തലാക്കിയതാണ് ഇതിനുള്ള കാരണമായി പറയപ്പെടുന്നത്. പുതിയ വിസയുമായി കുവൈറ്റിൽ പ്രവേശിക്കേണ്ട കാലപരിധി ഇതിനോടകം തന്നെ അവസാനിച്ചതിനാൽ തന്നെയാണ് റദ്ദായതായി പരിഗണിക്കപ്പെടുന്നത്. കുടുംബ, ടൂറിസ്റ്റ്, കൊമേഴ്സ്യൽ, സർക്കാർ സന്ദർശക വിസകൾ, ആശ്രിത വിസ, തൊഴിൽ വിസ എന്നിവയ്ക്കെല്ലാം തീരുമാനം ബാധകമെന്നത് ഏറെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നാട്ടിലെത്തിയ പ്രവാസികൾക്ക് ഈ തീരുമാനം ഏറെ തിരിച്ചടിയായി മാറുകയാണ്. ഇനി കുവൈറ്റിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പുതിയ വിസ എന്ന മാനദണ്ഡം ഏറെ പ്രയാസകരം തന്നെയാണ്. അതേസമയം വിമാന സർവീസ് ഇല്ലാത്തതിനാൽ നാട്ടിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് കുവൈറ്റിലേക്ക് മടങ്ങാൻ വഴി തെളിയുകയാണ്. ഓഗസ്റ്റ് 10 മുതൽ ഒക്ടോബർ 24 വരെ താൽക്കാലിക വിമാന സർവീസ് ആരംഭിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് കുവൈറ്റ് DGCA അംഗീകാരം നൽകി. ഇതനുസരിച്ച് ഇരു രാജ്യത്തെയും വിമാന കമ്പനികൾക്ക് പ്രതിദിനം 500 സീറ്റുകൾ വീതം അനുവദിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇരു രാജ്യത്തെയും വ്യോമയാന വകുപ്പ് മേധാവികൾ തമ്മിൽ ജൂലൈ 28 നടന്ന വെർച്വൽ യോഗത്തിലാണ് താൽക്കാലിക വിമാന സർവീസ് സംബന്ധിച്ച് ധാരണയായിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി ഇന്ത്യ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ കുവൈറ്റ് അംഗീകരിച്ചതോടെയാണിത്. ഇന്ത്യയിലെ വിജയവാഡ, ഗയ, ന്യൂഡൽഹി, അമൃത്സർ, മുംബൈ, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ജയ്പൂർ, മംഗളൂരു വിമാനത്താവളങ്ങളിലേക്കാണ് സർവീസ് ഉണ്ടാകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.